ചെങ്കോട്ടയിലെ സ്ഫോടനം അത് വലിയൊരു മുന്നറിയിപ്പാണ്, രാജ്യത്തിനൊരു മുന്നറിയിപ്പാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ കേൾക്കുന്നത് കശ്മീരിൽ ഇതിന്റെ ഈ സ്ഫോടന വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടയിൽ ചില പൊട്ടലുകൾ, സ്ഫോടനങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. അതിലും എന്തെങ്കിലും ആസൂത്രിത നീക്കമുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അലർട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് എന്നുള്ളത്. ഇതിനിടയിൽ അമിത്ഷായുടെ ഒരു മറുപടി വരുന്നുണ്ട്. ആ മറുപടി നമ്മളൊക്കെ ഞെട്ടുന്ന തരത്തിലായിരിക്കും, അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെല്ലാം ഞെട്ടുന്ന തരത്തിലായിരിക്കും എന്നുള്ളതാണ്. നരേന്ദ്രമോദി തന്നെ പറയുന്നുണ്ട്, ഇതിൽ പ്രവർത്തിച്ചവരും ഗൂഢാലോചന നടത്തിയവരും ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ആ തരത്തിലേക്കുള്ളതാണ് അദ്ദേഹത്തിന്റെ സംസാരം എന്ന് പറയുന്നത്. അതായത് സൈലന്റ് ആയി പണികൾ നടക്കുന്നുണ്ട് അടിയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എന്താകും സംഭവിക്കാൻ പോകുന്നത്? ഇതിനകത്ത് ഈ വിഷയം വളരെ ഗൗരവത്തിലാണ് രാജ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അനാവശ്യ സംസാരം വേണ്ടെന്ന് വെച്ചിരിക്കുന്നത്. പക്ഷേ അമിത്ഷാ ഇന്നലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു, ലോകം ഞെട്ടുന്ന മറുപടിയായിരിക്കും ഇതിന് ഉണ്ടാകാൻ പോകുന്നത്, ലോകം ചർച്ച ചെയ്യുന്ന മറുപടിയായിരിക്കും ഇതിനുണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഭൂട്ടാനിൽ ഒരു വട്ടം പറഞ്ഞു, ഇതിന് പുറകിൽ പ്രവർത്തിച്ചവരെയും ഇതിനു വേണ്ടി ഗൂഢാലോചന നടത്തിയവരും സമാധാനം പറയേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് തക്ക മറുപടി കൊടുത്തിരിക്കും. ഇരകൾക്ക് അർഹമായ, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ ക്ഷീണത്തിന് അവർക്ക് അർഹമായ പരിഗണനയും കൊടുത്തിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഇപ്പം വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം വെളിവായിക്കൊണ്ടിരിക്കുന്നതിനകത്ത് വലിയ ഗൂഢാലോചന തന്നെയായിരുന്നു ഇതിൻ്റെ പുറകിൽ. അതിൻ്റെ പുറകിൽ തുർക്കിയാണ് ഇപ്പം പ്രതിസ്ഥാനത്ത് വരുന്നത്. ഇപ്പം കഴിഞ്ഞ സ്ഫോടനം, അതിനുശേഷം ആ സ്ഫോടനത്തോടനുബന്ധിച്ച് പിടിച്ചിരുന്ന വളരെ കൂടുതലായിട്ടുള്ള അമേണിയൻ നൈട്രേറ്റ് അത് കാശ്മീരിൽ ഒരു സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അത് നിർവീര്യമാക്കുന്നതിനോ അതിൻ്റെ പരിശോധനയ്ക്കോ നിൽക്കുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. അതിനകത്ത് അട്ടിമറി ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 9ഓളം പേർ അതിനകത്ത് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പ്രഹരം, ബോംബല്ല, ആ സ്ഫോടക വസ്തു മാത്രമാണ്. ഇത് ബോംബിലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഇപ്പം കണ്ടെത്തിയിരിക്കുന്ന 2022 മുതൽ തുർക്കിയിൽ ഇതിന് ഈ പറഞ്ഞതുപോലെ ഗൂഢാലോചന നടക്കുകയും സീരിയസ് ആയിട്ടുള്ള ബോംബ് ബ്ലാസ്റ്റിന് പല ഘട്ടങ്ങളിൽ പദ്ധതി ഇടുന്നു. ഈ പല ഘട്ടങ്ങളിൽ പദ്ധതി ഇടുന്നതിനകത്ത് ഇപ്പം വെളിയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും കുംഭമേള ഉൾപ്പെടെ ഉള്ളത് അവരുടെ ടാർഗറ്റ് ആയിരിക്കും. എന്തായാലും ഉറപ്പായിട്ടും ഇവന്മാർ ടാർഗറ്റ് ചെയ്യുന്നത് ജന്മ ക്ഷേത്രം, നമ്മൾ ഏറ്റവും അവസാനം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് പോലും കമാൻഡോ ഒപ്പം അല്ലെങ്കിൽ സുരക്ഷ കൊടുത്തിരിക്കുന്നു. എല്ലാം വ്യക്തത വരുത്തി പറയത്തില്ല, ജനങ്ങൾ പാനിക്കും. അപ്പം അതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ള വലിയ വലിപ്പത്തിലുള്ള അമ്പലങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രധാനമന്ത്രി, രാഷ്ട്രപതി, അതുപോലെ ഉള്ള ആൾക്കാർ, അതുപോലെ നമ്മുടെ ലോകസഭാ മന്ദിരങ്ങൾ, അതുപോലെ സുപ്രീം കോടതി, ഇങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പം തന്നെ ഡൽഹിയിൽ ചെങ്കോട്ടയാണ് ഇവരുടെ ടാർഗറ്റ് പലപ്പോഴും ഈ ഉദ്യമത്തിന്. അപ്പോൾ ഇതുപോലെ ടാർഗറ്റ് ഉണ്ട്. അപ്പം ഇതിൻ്റെ പുറകിൽ തുർക്കിയാണ്. തുർക്കി മാത്രമല്ല, ഇതിനകത്ത് വേറെ കാര്യം നമ്മൾക്കറിയാൻ സാധിക്കുന്നത്, മുനീറിൻ്റെ ഗൂഢാലോചന ഇതിൻ്റെ പുറകിലുണ്ട്. തുർക്കിയിൽ വെച്ച് ഈ ഗൂഢാലോചന നടക്കുന്നു. അല്ലെങ്കിൽ ഈ ഇവിടുത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത മൗലവിമാരുൾപ്പെടെ, ഡോക്ടർമാരുൾപ്പെടെ പല സമയങ്ങളിൽ തുർക്കി സന്ദർശിച്ചിരിക്കുന്നതിന് തെളിവുകൾ ലഭിക്കുന്നു. അവിടെ തുർക്കിയിൽ നിന്ന് സ്ഥിരമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് ഉഗാസ എന്ന് പറയുന്ന ഒരാളുടെ കോഡ് നെയിമാണ്. കോഡ് നെയിം. അപ്പം ദുബായിലുണ്ട് എന്നാണ് പറയുന്നത്. ദുബായിലുണ്ട്, കോഡ് നെയിമാണ്. മാത്രമല്ല, ഇന്നലെ ഇതിന്റെ ഒരു സ്ത്രീയെ പിടിച്ചായിരുന്ന ഒരു ഡോക്ടറെ, അവർ ഇതെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം അവരിവിടെ നിൽക്കാതെ അവർ പാസ്പോർട്ടിന് അപേക്ഷ കൊടുക്കുന്നു, പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടക്കുന്നു, അവർ ദുബായിലേക്ക് പറക്കുന്നതിന് വേണ്ടി. ഒരു പക്ഷേ അവരെ അറസ്റ്റ് ചെയ്യില്ലായിരുന്നെങ്കിൽ പാസ്പോർട്ട് വെരിഫിക്കേഷൻ കംപ്ലീഷനിലേക്ക് പോവുകയായിരുന്നു, അവർ ദുബായിലേക്ക് പറക്കുമായിരുന്നു. അപ്പോൾ അവരങ്ങ് സേഫ് സോൺ. അവരെയാണല്ലോ ഈ പറയുന്ന ഇവിടുത്തെ സ്ത്രീകൾ, അല്ലെങ്കിൽ ഈ ഭീകരവാദത്തിൻ്റെ അതിൻ്റെ പേര് ജെയ്ഷെ മുഹമ്മദിൻ്റെ കേരളത്തിലെ നേതാവ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ, അല്ലെങ്കിൽ അവർ ഉള്ള രീതിയിലേക്ക് വരുന്നു. അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം, ജിയോ പൊളിറ്റിക്സിൽ വലിയ വ്യത്യാസം. അത് തുർക്കി ഇതിനകത്ത് ഈ സംഭവത്തിന് ശേഷം പാനിക്കാവുന്നു. പാകിസ്ഥാൻ തയ്യാറാവുന്നു, ജനങ്ങൾ പലായനം ചെയ്യുന്നു, ജനങ്ങൾ കടകൾ തുറക്കാതാകുന്നു, ആ പാകിസ്ഥാന് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നു. ഒന്നും അറിയാതെ ഇതിന് ശേഷം അടുത്തടി നമുക്കാണ് ഉടനെ ഉണ്ടാകുന്നുണ്ട്. പാകിസ്ഥാൻ എല്ലാ രീതിയിലും തയ്യാറെടുപ്പുകൾ ഒരുപക്ഷെ പാകിസ്ഥാനകത്ത് നടത്തിക്കൊണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചപ്പോൾ ആയുധവുമായിട്ട് പൊങ്ങിയ തുർക്കി, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് തുർക്കിയുടെ അതിർത്തി, അസർബൈജാൻ അല്ലെങ്കിൽ ആ അതിർത്തിയിൽ നിന്ന് പൊങ്ങിയ വിമാനം തറയിൽ വീഴുന്നു, 20ഓളം സൈനികർ മരിക്കുന്നു, അതിനകത്ത് നിറയെ ആയുധങ്ങളായിരുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ആരാണ് ഇതിൻ്റെ പുറകിൽ
എന്നറിയത്തില്ല, ഏതായാലും അജ്ഞാതനാണ്. തുർക്കി ഇത് വലിയ വാർത്തയാക്കിയിട്ടുമില്ല. തുർക്കി വിമാനം അറിഞ്ഞിട്ടേ ഇല്ല. തുർക്കിക്കകത്ത് ഇപ്പം റെഡ് അലേർട്ട് ഉണ്ട്. മാത്രമല്ല തുർക്കി വളരെ കൃത്യമായിട്ട് രണ്ടും കൽപ്പിച്ചുള്ള ഒരു പണിക്ക് വേണ്ടി നിൽക്കുകയാണ്. അതായത് അമേരിക്കയ്ക്ക് പോലും വായടക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ വെളിയിൽ പറയാൻ പറ്റാത്ത നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. നമ്മളിലേക്ക് വന്ന വിമാനം, നമ്മൾ ഓർഡർ ചെയ്തിരുന്ന വിമാനം അപ്പാച്ചി ഹെലികോപ്റ്റർ വിമാനമല്ല, അപ്പാച്ചി ഹെലികോപ്റ്റർ. നമ്മൾ 2020 ഈ ഹെലികോപ്റ്ററിന് ഓർഡർ ചെയ്യുന്നത്. അന്ന് നമുക്ക് ഏതാണ്ട് 6ഓളം ഹെലികോപ്റ്റർ, ഇപ്പോൾ 93 പറയുന്നുണ്ട്, വ്യക്തതയില്ല. എന്തായാലും അന്ന് 3 തന്നിട്ടുള്ളൂ. ഇത് ലോകത്തിലെ ഏറ്റവും സെലക്റ്റീവായിട്ടുള്ള ഹെലികോപ്റ്ററാണ്, യുദ്ധതന്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ കാശ്മീരിലാണ് ഈ ഹെലികോപ്റ്റർ ഇപ്പം വന്ന ഹെലികോപ്റ്റർ അപ്പം ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് തരേണ്ടത് 2024 ജൂൺ മാസത്തിലാണ്. പക്ഷേ അത് അവർ നീട്ടിക്കൊണ്ടുപോയി 25 ജൂലൈയിൽ നമുക്ക് തന്നിരിക്കുന്നു. ഈ രണ്ടാമത്തെ ലോഡ് അവിടുന്ന് കയറുന്നു, ലണ്ടനിൽ വരുന്നു, ഈ കാരിയർ വിമാനം അവിടെ ഇറങ്ങി അതിനകത്ത് ഇന്ധനം നിറയ്ക്കുന്നു. അതിനുശേഷം ഇത് എങ്ങോട്ട് പോയതെന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, അപ്രത്യക്ഷമാകുന്നു, യാതൊരു വിവരവുമില്ല. അപ്പം ഇത് ലണ്ടനിൽ വരെ വന്നിട്ട് ഈ വിമാനം വീണ്ടും തിരിച്ചു പോയതായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. മനസ്സിലാകുന്നത് ഇന്ത്യയിലേക്ക് വന്ന അപ്പാച്ചി ഹെലികോപ്റ്റർ തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ തിരിച്ചെത്തുന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആ ഹെലികോപ്റ്റർ ഇന്ത്യയിലേക്കാണെന്ന് കണ്ടുകൊണ്ട് ഈ വ്യോമപാത തുർക്കി കൊടുക്കാതെ വന്നു. വ്യോമപാത തുർക്കി കൊടുക്കാതെ വന്നപ്പോൾ ഹെലികോപ്റ്ററും കൊണ്ട് ആ ക്യാരി ചെയ്യുന്ന കാർഗോ വിമാനത്തിന് സഞ്ചരിക്കാൻ മാർഗമില്ലാതെ. അപ്പോൾ അമേരിക്കയുടെ അവിടുന്ന് ലീഗലി ഉള്ളൊരു സാധനം ഇവിടെ വരുന്നതിന്, അല്ലെങ്കിൽ അമേരിക്ക എടുത്ത് പറയുന്നു നിങ്ങൾക്കിടെ ഫ്ലൈറ്റിന് വ്യോമപാത തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് തുർക്കി പോകുക എന്ന് പറഞ്ഞാൽ തുർക്കിക്ക് അതൊരു ധിക്കാര മനോഭാവം. പിന്നെ പാകിസ്ഥാനിലേക്ക്, അല്ലെങ്കിൽ ഈ വിമാനം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് അതിന്റെ കൂടെ നിൽക്കുന്ന ആൾ തുർക്കിയാണല്ലോ, ബംഗ്ലാദേശും ഉണ്ടല്ലോ. അപ്പൊ അത് ഇവിടോട്ട് വരണ്ട. ഇല്ലേ ഈ ഒട്ടകപക്ഷി മുഖം മറയ്ക്കുന്ന പോലെ 3 ഹെലികോപ്റ്റർ വന്നിട്ടല്ലേ ഉള്ളൂ നമുക്ക് പാകിസ്ഥാനെ അടിക്കാൻ. ഇത് നമ്മുടെ ഉള്ളതിന്റെ കൂട്ടത്തിൽ അതുകൂടി ഇരുന്നോട്ടെന്ന് വെച്ചിട്ടാ ബ്രഹ്മോസോട്ടിപ്പുണ്ട്. ഈ ഹെലികോപ്റ്റർ ഇല്ലാത്ത സമയത്ത് പാകിസ്ഥാനെ അടിച്ചിട്ടുള്ളൂ. അപ്പൊ അതൊന്നല്ല, അതൊരു അവരെ കൊണ്ട് ഒക്കുന്നൊരു. നേരത്തെ നെതന്യാഹുവിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഇതിലേ കൂടെ ഇയാൾക്ക് വ്യോമപാത അടച്ചു, പിന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാ കഴിഞ്ഞ ദിവസം പടക്കുമെന്ന് പറഞ്ഞ് തറ കിടന്നു. ആരാ എന്തോന്ന് അറിയത്തില്ല. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു ഇസ്രായേൽ അതിന്റെ പറഞ്ഞു, പൂച്ച ആൾക്കാർ പറഞ്ഞു തുടങ്ങിയുണ്ട് ഇസ്രായേൽ ആയിരിക്കും, ഇന്ത്യ ആയിരിക്കും. അപ്പം ഇതിനകത്ത് വലിയ ഒരു ഈ മറുപടി എന്ന് പറഞ്ഞാൽ ലോകം ചർച്ച ചെയ്യുന്ന മറുപടി. ഒരു കാര്യം ഉറപ്പായി കേട്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഗാസയാവും എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അടിമേടിച്ച് ചൂറുള്ളൂ. പാകിസ്ഥാൻ അടിമേടിച്ച് ചൂറുള്ളൂ എന്ന് പറഞ്ഞാൽ തുർക്കി ഇതിനകത്ത് ഈ ഓപ്പറേഷൻ നടത്തുന്നത് തുർക്കിയെ നമ്മൾ ഡയറക്റ്റ് ഒരു പക്ഷേ ഈ പാകിസ്ഥാനെ ആക്രമിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ആക്രമിക്കുന്നു. ഈ തുർക്കിക്ക് പണിയുണ്ട് വൃത്തിയായിട്ട്. ഇപ്പം മേപ്പോട്ട് പൊങ്ങാൻ പറ്റും, മേപ്പോട്ട് പൊങ്ങുന്നതൊക്കെ ചിലപ്പോൾ താപ്പോട്ട് വീഴും, മേപ്പോട്ട് പൊങ്ങുന്നത് താപ്പോട്ട് വീഴും. ഇപ്പം ഇതിനകത്ത് ബഹളം നടക്കുന്നുണ്ട്. പാകിസ്ഥാനകത്ത് വലിയ ബഹളമാണ്, നിൽക്കാൻ വയ്യ. ഈ ബംഗ്ലാദേശ് വലിയ ബഹളമാണ്. തുർക്കിക്കകത്ത് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. തുർക്കിക്കകത്ത് അവിടുത്തെ ഒരു വിമോചന അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ അവിടുത്തെ ഈ കാശ്മീർ അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് നടക്കുന്ന പോലെ ഖൈബർ പഖ്തൂൺ മേഖല, സിന്ധ് മേഖല, ബലൂചിസ്ഥാൻ മേഖലയിലൊക്കെ വിമോചനത്തിന് വേണ്ടി നിൽക്കുന്ന അതുപോലുള്ള ഒരു ടീം, അവരുടെ പേര് ഞാൻ ഓർക്കുന്നത്, അത് ഇതിനകത്തുണ്ടായിരുന്നു. അവരെ ആ ആൾക്കാരെ ഭീകരവാദികളെന്ന് കണ്ട് അവരെ അടിച്ചൊതുക്കി കൊന്ന് എടുത്തുകൊണ്ടിരിക്കും. ഇപ്പം അവർക്ക് ശകലം മസിലായി തുടങ്ങിയിട്ടുണ്ട്, ഇറച്ചി വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യ അതിനകത്ത് ഇടപെട്ടു, അവർക്ക് വേണ്ടി UN മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് വരും. പിന്നെ നമ്മൾ ഇവരായിട്ട് നമ്മുടെ ജനത്തിൻ്റെ അന്നത്തെ ഒരു പോക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് നമ്മൾ ഇവരെ അവൻ്റെ ടൂറിസം വേണ്ടാൻ തീരുമാനിക്കുന്നു, അവൻ്റെ ആപ്പിൾ വേണ്ടാൻ തീരുമാനിക്കുന്ന, തുർക്കിയെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ എയർപോർട്ടുകളെ കമ്പനി നമ്മൾ നിരോധിക്കും. അവന്മാരെ സുപ്രീം കോടതി പോയിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് സുപ്രീം കോടതി അനുകൂലിക്കുന്ന ഒരവസ്ഥയില്ല. അപ്പോൾ അതൊക്കെ കിട്ടിയ അടി നിസ്സാരമല്ല, ആയുധം കൊണ്ടുള്ള അടിയല്ല, കിട്ടിയ അടി നിസ്സാരമല്ല. അപ്പം അവിടുത്തെ നേരത്തെ 100 രൂപയുടെ ടൂറിസം നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 35 രൂപയുടേതായിട്ട് മാറിയിട്ടുണ്ട്. സാധാരണക്കാരന് മനസ്സിലാകുന്നുണ്ട്, ഡോളർ കണക്കിന് പറയേണ്ട അല്ലെങ്കിൽ കോടി കണക്കിന് പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് ഇപ്പം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു തിരിച്ചടി, ഒരു അറ്റാക്ക് ഉണ്ടാകും. അതിന് താമസം വരുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തെല്ലാവരും ലോകമാധ്യമങ്ങളും ഇത് ഭീകരവാദ പ്രവർത്തനമാണ്, ഇതിൻ്റെ പുറകിൽ അമേരിക്കയും ബംഗ്ലാദേശും ഇപ്പോൾ തുർക്കിയും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്കിടെ പ്രധാനപ്പെട്ട പറയേണ്ടവരല്ല. ഭിക്ഷക്കാരൻ വീട്ടിൽ വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു ഒന്നുമില്ല പൊക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അവനെ വിളിച്ചു വരുത്തിയിട്ടേ വീട്ടുകാരൻ വന്നപ്പോൾ അവൻ എങ്ങോട്ട് ഇറങ്ങിപ്പോകും.
ഈ കഥ അറിയാവോ? ഇല്ലല്ലോ. ഒരു പിച്ചക്കാരൻ, ഒരു ദരിദ്രമായ വീട്ടിലോട്ട് പിച്ചക്കാരൻ വന്നു. പിച്ചക്കാരൻ വന്നപ്പം അയാൾ കയറി അമ്മച്ചി വല്ലതും തായോ, അമ്മച്ചി വല്ലതും തായെന്ന് പറഞ്ഞു. അപ്പം ഈ പിച്ചക്കാരൻ അമ്മച്ചി വല്ലതും തായെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, ഇവിടെ വലിയ ദാരിദ്ര്യത്തിലാണ്, നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞു. അപ്പം റോഡിലോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഈ വീടിന്റെ ഗൃഹനാഥൻ, അവരുടെ ഭാര്യയാണല്ലോ പറഞ്ഞത്, ഗൃഹനാഥനല്ലേ വരുന്നത്. അപ്പം എവിടെ പോയാടാ, വീട്ടിൽ പോയോ, എല്ലാം തന്നോ? ഇല്ല. എന്താ പറഞ്ഞു? ഒന്നുമില്ലെന്ന് പറഞ്ഞു. ആ വാ. ഇയാളെ വിളിച്ചു, വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവിടെ ഈ പെണ്ണുപിള്ളയും കൂടെ വിളിച്ച് ഇറക്കിയിട്ട് ഭിക്ഷക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല കേട്ടോ, ആ പൊക്കോ. പെണ്ണുപിള്ള അടുത്ത് പറഞ്ഞ്, ഇത് പറയാനുള്ള അധികാരം എനിക്കാ, നിനക്കല്ല. മനസ്സിലായല്ലോ? അന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം ഇതുവരെ ഭീകരവാദം, നാട്ടുകാരെല്ലാം പറഞ്ഞു, റോഡിൽ നിന്നവനും പറഞ്ഞു, അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറഞ്ഞു, എല്ലാവർക്കും അറിയാം ഭീകരവാദമാണ്, ഇതിന്റെ പുറകിൽ അമേരിക്കയാണ്. ഇപ്പൊ തെളിവുകൾ ശേഖരിച്ചപ്പോൾ മുനീറുണ്ട്, തുർക്കിയുണ്ട്, അപ്പൊ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട്, എല്ലാം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അമിത്ഷാ ഇതിന്റെ ആൾക്കാരെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തക്കതായ അടി കിട്ടിയിരിക്കും. പിന്നെ മറ്റവർ പറഞ്ഞു, എവിടെ ഇരുന്ന് ഗൂഢാലോചന നടത്തിയാലും ആരൊക്കെ പങ്കെടുത്തിയാലും ട്രോഫിയും കൊണ്ടേ പാനക്കത്തുള്ളൂ, ആരാ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് ആ രീതിയിലൊക്കെയുള്ള ഒരു നീക്കം വരുമ്പോഴും മറുപടി പറയാത്തപ്പോഴും ഒക്കെ പുകയുന്ന അതിന്റെ ഈ ഞാൻ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ പോലെ ആ പഴയ ബ്രഹ്മോസിന്റെ മൂളല് അത് വലിയ രീതിയിലാ. ഇവൻ ഉടനെ പങ്കെടുക്കി പോവും. ആരാ? ഈ ഓപ്പറേറ്റ് മുനീർ പോകുന്ന പറയും. ഇപ്പം വരാൻ സംഭവിക്കാൻ പോകുന്നു ഒക്കെ എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന ബാലയെന്ന് പറഞ്ഞാല് അഫ്ഗാനിസ്ഥാൻ മതം ബാലയായിരിക്കും. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നെ ഞങ്ങള് കൊല്ലും. ധന്യ, ഞാൻ കഴിച്ചിട്ട് ധന്യയുടെ മുഖത്ത് നോക്കുമ്പോൾ നിന്നെ ഞങ്ങൾ കൊല്ലും. ധന്യയുടെ ഒരു കാര്യം ഒന്ന് ആലോചിക്കും. ധന്യ വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്, വലിയ സെക്യൂരിറ്റിയും ഒക്കെ ഉണ്ട്. ഒരു രീതിയിലും അങ്ങനെ നിസ്സാരമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കയറി അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലെന്ന് വെച്ചപ്പോൾ എന്തായാലും മുനീർ ആ ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവില്ലേ, അവന്റെ മുഖത്ത് നോക്കി താലിബാൻകാർ പറയും, നിന്നെ ഞങ്ങൾ കൊല്ലും. ഇങ്ങനെ പറയണമെങ്കിൽ ആ പറച്ചിന്റെ പുറകിൽ ഒരു വലിയ വിലവില്ലയോ? ഇത് വലിയ രസമായിട്ടായിരിക്കും അടുത്ത ഓപ്പറേഷൻ വരാൻ. അതാ വലിയൊരു ഓപ്പറേഷൻ ആയിരിക്കും വരാൻ വന്നത് ലോകത്തിന്. ഇത് ആദ്യമേ നമ്മൾ ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ വ്യക്തത വരുത്തി കഴിഞ്ഞ് നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറയും. അവന്മാർ അവിടെ നിന്ന് കയറി അടി തുടങ്ങും. ആരാ? ഈ അഫ്ഗാനിസ്ഥാനിൽ യുവമാരെല്ലാം കൂടെ അങ്ങോട്ട് നോക്കിയിരിക്കും, വേറെ രീതിയിലുള്ള കളി നടക്കും. അപ്പൊ തന്നെ ഈ അവിടെ ഉണ്ടല്ലോ ബംഗ്ലാദേശില് അവിടെയും കയറി 4 വഴിക്ക് കൂടെ ഒരു മാന്തല് വെപ്പുവല്ലുമായിട്ടിരിക്കുന്ന ഊനസ് പല്ലും പോയി, പണ്ടേം പോയി. മേപ്പോട്ട് പോലും പൊങ്ങാനൊക്കത്തില്ല. നമ്മൾ നിസ്സാരമായിട്ടല്ല ഇതില്ലോ. ഒരു രാജ്യത്തിനകത്തേക്ക് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് അനാവശ്യമായിട്ടുള്ള കടന്നുകയറ്റത്തിന് പാടില്ല, അത്തരത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു രാജ്യവും ഇങ്ങോട്ട് കയറി അതിർത്തി കിടന്നുള്ള അക്രമത്തിന് മാത്രം തിരിച്ചടി കൊടുക്കണമെന്ന് പറയുന്ന ഒരു രാജ്യവുമായതുകൊണ്ട് ഇന്ത്യ ചെയ്യാത്ത. അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിനെയൊക്കെ അടിക്കാൻ എന്തുവോ പേനെ കൊല്ലാൻ കൂടെ ആരെങ്കിലും ഉപയോഗിക്കുവോ? അത് അതിനകത്തെ വെച്ച് ടിക് ടിക് കൊന്നു കളയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇയാൾ കയറി പാണ്ടിലോറി വരുന്നിടത്ത് നമ്മൾ കണ്ടിട്ടില്ലേ റോഡിൽ ഈ മാക്രി ഇങ്ങനെ വീർപ്പിച്ച് നിൽക്കുന്നത്. അതിന്റെ ഇയാളെ പാണ്ടിലോറി വരുമ്പോൾ അതിനെതിരെ നിൽക്കും. അതുപോലെ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ നിൽക്കുന്നത്. പാണ്ടിലോറി കയറി ഇറങ്ങി പോത്തല്ലേ ഉള്ളൂ. അതറിയത്തോലും ഇല്ല ഈ സാധനം ഇവിടെ ഇപ്പുണ്ടോ എന്ന് പറഞ്ഞുള്ള രാജ്യങ്ങൾ. അപ്പൊ ഇവർ നമ്മൾ അടിക്കാതെ എന്ന് പറഞ്ഞാൽ അതിന് നമ്മളുടെ അടുത്ത് ഒരാളോട് ചോദ്യം ചെയ്യൽ വരാൻ പാടില്ല. ഇസ്രായേലോ വല്ലവരെയും വന്ന് മാക്ക് 2 മിസൈലും ഒക്കെ ഇട്ടിട്ട് അവർ തിരിച്ചങ്ങ് പോയി. അവരുടെ രീതിയല്ല. അമേരിക്ക എന്താ ചെയ്യാൻ പറ്റും? ഇനി അടിക്കത്തില്ല. അടിച്ചതൊക്കെ അടിച്ചു, ഇനി അടിക്കത്തില്ല. എവിടെ അടുത്തടി വരുന്നിടം വരെ ഇപ്പൊ തൽക്കാലം നിർത്താന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മുടെ നേതാക്കന്മാരുടെ പറച്ചിൽ, അവരുടെ മൗനം വലിയ ചർച്ചയാകുന്നുണ്ട് ലോകത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജപ്പാനിൽ എനിക്ക് തോന്നുന്നു, ജപ്പാനിൽ ഇതിനെപ്പറ്റി ചർച്ചയായിട്ടുണ്ട്. കാരണം തിരിച്ചടിച്ചിരിക്കും, ഇന്ത്യയുടെ നീക്കം ഭയങ്കര ഇന്ത്യയുടെ പറഞ്ഞു. എന്നുവെച്ചാൽ മോദി അന്ന് പറഞ്ഞു, അന്ന് നിർത്തിയല്ലോ. ഇതിനെപ്പറ്റി വലിയ ഒരു ഇതുമില്ലല്ലോ. കാരണം നേരത്തെ പറഞ്ഞു നിർത്തിക്കോ, ഇതിനകത്ത് ഞങ്ങൾ നിർത്തുന്നു, പക്ഷേ ഇത് തീർത്തിട്ടില്ല, ഇനി ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാത്ത രീതിയിലേക്കുള്ള ഒരു പ്രഹരമായിരിക്കും, പിന്നെ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. അതുകൊണ്ട് മോദി അന്ന് പറഞ്ഞതേ ഉള്ളൂ, കൂടുതൽ വർത്താനൊന്നും പറയണ്ടല്ലോ. മാത്രമല്ല ഈ ട്രംപിന് ഇപ്പൊ റോളൊന്നുമില്ല. ട്രംപിനെ നിങ്ങളാരും ശ്രദ്ധിച്ചോ? 2 ആഴ്ച കൊണ്ട് ട്രംപില്ല, മാധ്യമങ്ങളിൽ പോലും ട്രംപില്ല. അങ്ങനെ ട്രംപിന്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ലോകമൊക്കെ പോയി. റഷ്യയില് മനസ്സിലായി, റഷ്യ ഉക്രൈന്റെ പ്രധാനപ്പെട്ട നഗരം മൊത്തം പിടിച്ചു. ഇന്ത്യ വാർത്ത പോലും ഇല്ല. മിഡിൽ ഈസ്റ്റിലെ കാര്യം അറിയോ? ഇപ്പം ലോകത്ത് ചർച്ച എന്ന് പറഞ്ഞാൽ റഷ്യ,
ചൈന, ഇന്ത്യ. അപ്പൊ ഇതിപ്പോ ഈ ഡൽഹി സ്ഫോടനത്തിന് ശേഷം നിൽക്കുന്ന വിഷയം ലോകം ആശ്ചര്യത്തോടു കൂടി കാണും. കാരണം ഇന്ത്യ ഒന്നും പറയുന്നില്ല, ഇന്ത്യ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ തുർക്കി ഇതിനകത്ത് കയറി വിരകിയിട്ടുണ്ട്. ഈ തുർക്കിക്കൊക്കെ ഏത് രീതിയിൽ അടി കിട്ടുന്നതെന്നും, അടിയെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇതിനൊന്നും ഒരു വ്യക്തതയില്ല. തുർക്കിയുടെ ഈ അതിർത്തിയിൽ അതേ സെക്യൂരിറ്റി ഉള്ള സ്ഥാനത്തു നിന്ന് പൊങ്ങിയ അവരുടെ വ്യോമസേനയുടെ വിമാനം തറയെ വീഴുക. തുർക്കി മിണ്ടുന്നില്ല. എങ്ങനെയാ തറയെ വീണെന്ന് ലോകത്ത് ഒരു മാധ്യമങ്ങൾക്കും അറിയത്തില്ല. വിമാനത്തിന്റെ തകരാറില്ല, അതായത് വിമാനം തകർത്തുക. അത് ആരാണെന്ന് ഇന്ത്യ പറയുന്നില്ല, ആരാണെന്ന് ലോകത്തറിയുന്നില്ല. ലോക മാധ്യമങ്ങളിൽ എത്താൻ ഇന്ത്യ ആയിരിക്കും, ഇസ്രയേൽ ആയിരിക്കും. ആ പാടെ വിഷയമല്ലേ. അപ്പൊ ഇവനെ ഇങ്ങനെ നോക്കി വെച്ചേക്കുന്ന പ്രധാനപ്പെട്ട 2 രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട 2 ശത്രു രാജ്യങ്ങൾ, ഒന്ന് ഇസ്രായേലും ഇന്ത്യയായിട്ട് മാറിയിട്ടുണ്ട്. ഇവൻ നാറ്റോ രാജ്യത്തിന്റെ കെയർ ഓഫിലാവൻ നിൽക്കുന്നത്. റഷ്യയുമായിട്ട് ഇപ്പം അടുപ്പത്തിലായിരുന്നു. റഷ്യയായിട്ട് ഇപ്പം പ്രശ്നമാണ്. റഷ്യയുടെ അതിർത്തി കൊണ്ടുവന്ന് വിമാനം ഇട്ടിട്ടുണ്ട്, അങ്ങനെ യുക്രൈൻ്റെ വിഷയം വെച്ചിട്ട്. റഷ്യ ഇപ്പം നല്ലതാണ് അടുപ്പിക്കുന്നത്. ഇപ്പം നാറ്റോയും കൂറ്റോയും ഒന്നും ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഒരു പരിധി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഏത് നാറ്റോ, എവിടുത്തെ നാറ്റോ, ഏത് നാറ്റോയും കയറി അടി ഇസ്രായേൽ അടിക്കും. അവർക്ക് വിഷയം വന്നാണ്. അതല്ലയോ നാറ്റോയും വ്യോമപാതയൊക്കെ ഉള്ളത് ഖത്തറിനകത്ത് ചെന്നിട്ട് ആവശ്യം പോലെ അടിയും കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോയി. അവരെല്ലാം കൂടെ കമ്മിറ്റി കൂടിയതല്ലാതെ വല്ലാതെ അമ്പല കമ്മിറ്റി കൂടുന്ന പോലല്ലേ ഉള്ളായിരുന്നു. ബാല നടക്കുന്നതിന് മുമ്പേ കമ്മിറ്റി ഉണ്ടല്ലോ. ബാല എങ്ങനെയാലും അമ്മമാര് പ്ലാൻ ചെയ്ത പോലെ നടക്കത്തുള്ളൂ. പിന്നെ ചുമ്മാ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു കമ്മിറ്റി എന്നുള്ള കമ്മിറ്റിയേ ഉള്ളൂ. ഇസ്രായേലിനെതിരെ ഒന്നും കമ്മിറ്റി കൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവർ അടിക്കേണ്ടടുത്ത് കയറി അന്നും അടിച്ചിട്ടുണ്ട്. ഈ രാജ്യം വരച്ചു വെച്ച സമയത്തും അടിച്ചിട്ടുണ്ട്. 62 അടിച്ചിട്ടുണ്ട്, ഇതുവരെ അടിച്ചിട്ടുണ്ട്, ഇന്നും അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നാളെ അടിച്ചു വെക്കും. അതവിടെ നിലനിൽപ്പിന്റെ വിഷയം. ഒരു കമ്മിറ്റിക്കകത്തൊരു കാര്യമില്ല. പിന്നെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഴയ ഇന്ത്യ ഒന്നുമല്ല. പഴയ ചേരാ നയവും, പഴയ ഒരു ചെള്ളക്കടിച്ചാൽ അടുത്ത ചെള്ളയൊന്നും ഇപ്പം ഇല്ല. ഒരു ചെള്ളക്കടിച്ചാൽ അവൻ്റെ മറ്റേ 2 ചെള്ള അടിച്ച് നമ്മൾ കൂട്ടിക്കും. അതൊക്കെ വേറെ സാധനം. അതെന്തിനു വേണ്ടിയാന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഈ ചെള്ള ഒരു ചെള്ള കാണിക്കും, മറ്റേ ചെള്ള കാണിച്ചുകൊണ്ടിരുന്ന പണി 55 കൊല്ലം നടത്തി എന്തിനാ ഞങ്ങൾക്കറിയാം. അത് വേണ്ട, ആ പണി ഇപ്പം ഇല്ല, ആ പണി നിർത്തി. ഒരു ചെള്ളക്ക് അടിച്ചാൽ 2 ചെള്ള അടിച്ച് ഞങ്ങൾ കൂട്ടിക്കും. അടിച്ചില്ലെങ്കിൽ വലിയ സ്നേഹവും ആ നയമൊക്കെ ഉള്ളൂ. അപ്പൊ അതൊന്നും ആർക്കും ചേരാ നയമൊന്നുമില്ല. ചേരണ്ടോന്നേ ചേർത്തുള്ള നയമേ ഉള്ളൂ. അല്ലാതെ മനസ്സിലായി, എല്ലാരോടും സ്നേഹമാണ്, എല്ലാരോടും നമുക്ക് ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ പരമാധികാരത്തെ കയറി കളിക്കാനോ നമ്മളെ കയറി ചൊറിയാനോ മാന്താനോ ഒക്കെ നിന്നാല് അത് നമുക്ക് ബുദ്ധിമുട്ടാ. പഴയ ഉമ്മാതെ ഗാന്ധിജിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പഴയ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വന്ന ഗാന്ധിജിയോട് നമുക്ക് ബഹുമാനമോ സ്നേഹമോ നമ്മുടെ രാഷ്ട്രപിതാവോ. പക്ഷെ പുള്ളി പറഞ്ഞ ചെള്ള ഇപ്പൊ നമ്മുടെ ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.